എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇഫാൻ ആണെങ്കിൽ സാങ്ങിനെ ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടാണ് കിടക്കാൻ പോവുക. ഇത് കേട്ട് സാങ്ങും അവളെ ന്യൂ ഇയർ വിഷ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് പണ്ടേത്തെ ഒരു കാര്യം സാങ് ഓർക്കാണ്. ഇഫാന്റെ അച്ഛൻ മരിച്ച സമയത്ത് അവരുടെ ഫ്യൂണറൽ ചടങ്ങിന് സാങ്ങും എത്തിയിട്ടുണ്ടാവും. ഇതേ സമയം തന്നെ അവിടെയുള്ള എല്ലാവരുടെയും ചർച്ചാ വിഷയം തന്നെ നമ്മുടെ ഇഫാന്റെ കാര്യത്തിലായിരിക്കും. ഇഫാനും അവളുടെ അച്ഛനും ഇത്രയും കാലം ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്. ഇതേ സമയം അച്ഛൻ മരിച്ചതോടെ ഇഫാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഈ ആന്റിയും റിലേറ്റീവ്സും എല്ലാവരും വന്ന് നമ്മുടെ ഇഫാൻ എന്താ ചെയ്യുന്നതെന്ന് അവളുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. ഇനി അവൾ നിന്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ഇഫാനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ. എന്നിട്ട് അമ്മ എന്നെ ഈ ആന്റിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ അവളെ നിന്റെ വീട്ടിൽ താമസിപ്പിക്കുമെന്ന്. ഇതേ സമയം ആന്റിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആന്റി പെട്ടെന്ന് തന്നെ പറയാണ്, എന്നാ പിന്നെ നിന്റെ മദർ ഇൻ ലോന്റെ അടുത്ത് താമസിപ്പിച്ചാൽ പോരെ, അത് അവളുടെ കൂടി അമ്മൂമ്മയല്ലേ എന്ന് പറയും. ഇതേ സമയം തന്നെ ഇവൾ നോക്കുകയാണെങ്കിൽ ഇവളുടെ സ്വന്തം അമ്മയും ആന്റിയും അവളെ ഇങ്ങനെ തട്ടി കളിക്കുന്നത് കേട്ടിട്ട് ഇവൾക്ക് വല്ലാണ്ട് സങ്കടം വന്നിട്ട് ഇവൾ അവിടുന്ന് ബാക്കി കേൾക്കണ്ട എന്നുള്ള രീതിയിൽ എണീച്ചു പോകും. ഇതേ സമയം ഇവളിങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഇവൾ സാങ് അവിടെ നിൽക്കുന്നത് കാണുക. സാങ് ആണെങ്കിൽ ഇവർ പറയുന്നത് മൊത്തം കേട്ടിട്ടും ഉണ്ടാവും. ഇതിങ്ങനെ സാങ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബാക്കി നമ്മുടെ ഇഫാനും ഓർക്കുകയാണ്. അച്ഛന്റെ മരണശേഷം അവളെ അമ്മ സ്വീകരിക്കാത്തോണ്ട് തന്നെ അവൾ അവളുടെ അമ്മൂമ്മയുടെ കൂടെയാണ് താമസിച്ചത്. കുറെ കാലം കഴിയുമ്പോൾ അമ്മൂമ്മ ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്യും. ഇതേ സമയം ആന്റിയുടെ മകൻ വന്ന് പറയുന്നുണ്ട്, നീ എന്നാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോരെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മൂമ്മയും മരിച്ചതാണ്. ഇതേ സമയം അവൾ ആന്റിയുടെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. ആന്റിയുടെ കൂടെയുള്ള ജീവിതം പറയേണ്ട ആവശ്യമല്ലല്ലോ. നമ്മുടെ ഇഫാനെ നന്നായിട്ട് പാടുപെടുത്തുന്നുണ്ടാവും ഈ ആന്റി. ആന്റി ആണെങ്കിൽ ആർക്കും വേണ്ടി ഫുഡ് കൊണ്ട് വെക്കുന്ന പോലെ ഇവളുടെ മുന്നിലൊന്നും വെക്കാണ്ട് എവിടെ കൊണ്ട് ഫുഡ് വെച്ച് ഇവളുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്, നിനക്കിവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിന്റെ അമ്മനെ വിളിച്ച് വേഗം തന്നെ പറ, നീ ഇവിടുന്ന് വേഗം തന്നെ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. ഈ ആന്റിയുടെ ആട്ടും തുപ്പും എല്ലാം കേട്ടാലും നമ്മുടെ ഇഫാൻ ഒന്നും മറുത്ത് പറയില്ല. പക്ഷേ ഇവളുടെ മകനാണെങ്കിൽ നമ്മുടെ ഇഫാനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. അവൻ വേഗം പോയി ആ ഫുഡ് എടുത്ത് നമ്മുടെ ഇഫാന് കഴിക്കാനും കൊടുക്കുന്നുണ്ട്. അധിക ദിവസവും നമ്മുടെ ഇഫാന് ആന്റിയുടെ അടുത്ത് ഫുഡ് കിട്ടാത്തതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും ഇഫാൻ പുറത്തു നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയം ഒരു ദിവസം ഇവളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്താണ് ഇവളുടെ കയ്യിൽ പൈസ കാണുന്നുണ്ടാവില്ല. അങ്ങനെ അവസാനം അവള് ഫുഡ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഇവളിങ്ങനെ വിഷമിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആലോചിക്കാണ് ഇവളുടെ പൈസ എവിടെയായിരിക്കും കളഞ്ഞു പോയതെന്ന്. ഇതേ സമയം ഇവളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് സാങ് ബാസ്കറ്റ് ബോളുമായിട്ട് വരുന്നുണ്ടാവും. എന്നിട്ട് ഇവളെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്രയും സങ്കടപ്പെട്ട് ഇരിക്കുന്നത്, എന്താ കാരണം എന്ന്. ഇവളാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നുമില്ല. ഇതേ സമയം കുറച്ചായി ഇവൾ ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ ഒരു 20 രൂപ എനിക്ക് തരാൻ ഉണ്ടാവുമെന്ന്. ഇതേ സമയം അവന് പോക്കറ്റിലൊക്കെ തപ്പിയിട്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വന്നാലേ ഞാൻ പൈസ എടുത്തിട്ടില്ലാന്ന്. അതേ സമയം അവൾ പറയുന്നുണ്ട് കുഴപ്പമില്ലാന്ന്. ഇതേ സമയം അവൻ പറയും, അത് വിചാരിച്ച് എന്റെ കയ്യിൽ പൈസ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു, നീ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ബാസ്കറ്റ് ബോൾ കൊടുത്ത് അവൻ അവളെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവിടുന്ന് ഒറ്റ ഓട്ടം ഓടും. ഇവൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് സാങ് ഓടി കിതച്ച് വരുന്നുണ്ടാവും. എന്നിട്ട് ഇവളുടെ കയ്യിലേക്ക് 20 രൂപ കൊടുത്തിട്ട് അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എപ്പോൾ പൈസ വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചാൽ മതി, ഇതൊന്നും വലിയ ഡീലല്ല, നീ എനിക്ക് പിന്നെ തന്നാൽ മതി എന്ന് പറയും. ഇതൊക്കെ കാണുമ്പോൾ ഇഫാൻ ആണെങ്കിൽ സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നുണ്ടാവും. ഇതെല്ലാം ഓർത്തോണ്ടാണ് അന്ന് രാത്രി നമ്മുടെ ഇഫാൻ ഉറങ്ങുന്നത്. പിന്നെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഇവളുടെ 2 ഫ്രണ്ട്സും ഇവക്കൊരു സർപ്രൈസ് വിസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇഫാൻ ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഇവൾക്ക് 2 പേർക്കും ഒരു എഗ്രിമെന്റ് ഉള്ളതാണല്ലോ. ഫ്രണ്ട്സ് ആരെങ്കിലും വരികയാണെങ്കിൽ ആദ്യം തന്നെ സാങ്ങിന്റെ അടുത്ത് പറയണമെന്നുള്ളത്. ഇതേ സമയം ഇത് ഇവളെ തെറ്റിച്ചോണ്ട് തന്നെ ഇവള് ഭയങ്കര ടെൻഷനിലായിരിക്കും. ഇവരാണെങ്കിൽ ഇവക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഈ പയ്യൻ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി സാങ്ങിന്റെ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഇഫാൻ അവന്റെ അടുത്ത് പറയുന്നുണ്ട് അവളുടെ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ സമയം അവൻ അത് കേൾക്കാണ്ട് സാങ്ങിന്റെ അത് യൂസ് ചെയ്യാൻ പോകും. ഈ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ സാങ്ങിന്റെ കോളും വരും. ഇതേ സമയം ഇവളാണെങ്കിൽ ഇങ്ങനെ പൊത്തി പിടിച്ചായിരിക്കും വർത്താനം പറയാ. ഇവിടെ ഇവളെ ഫ്രണ്ട്സ് വന്നത് ഇവൻ അറിയാതിരിക്കാൻ വേണ്ടി. ഇവനാണെങ്കിൽ കുറച്ച് ഫുഡ് ബാലൻസ് ആയിട്ട് ഇവനെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ ഇവനോട് മറന്നു പോയിട്ടുണ്ട്. അത് നീ ഒന്ന് കഴിക്കണേന്ന് പറയാൻ വേണ്ടിയായിരിക്കും ഇവളെ വിളിച്ചിട്ടുണ്ടാവുക. ഈ കറക്റ്റ് സമയം തന്നെ ഈ പയ്യൻ ഇവളോട് സംസാരിച്ചുകൊണ്ട് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരും. ഇവളുടെ ഫ്രണ്ടും വരുന്നുണ്ടാവും. ഇതാണെങ്കിൽ ഇവള് പൊത്തി പിടിച്ച് വർത്താനം പറഞ്ഞിട്ടും നമ്മുടെ സാങ് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവളോട് ചോദിക്കും ആരാ വന്നതെന്ന്. ഇതേ സമയം ഇവള് പറയുന്നുണ്ട് എന്നെ വിഷ് ചെയ്യാൻ വേണ്ടി എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് ഒരു പയ്യന്റെ സൗണ്ട് ഞാൻ കേട്ടല്ലോ എന്ന്. അപ്പൊ ഇവനും കൂടി വന്നിട്ടുണ്ടെന്ന് ഇവള് പറയുമ്പോൾ നമ്മുടെ സാങ്ങിന്റെ സകല സമാധാനവും പോകുന്നുണ്ടാവും. എന്നിട്ട് അവൻ അത് കേൾക്കെ അപ്പൊ തന്നെ കോള് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവും. ഇതേ സമയം ഇവള് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന്. എന്നിട്ട് അവൾ അവരെയും കൊണ്ട് പുറത്തേക്ക് പോകും. ഇവളെ ഫ്രണ്ട്സ് ആണെങ്കിൽ വന്നത് തന്നെ ഇവളെ വീട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഗെയിമൊക്കെ കളിച്ച് മൂവിയൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് കരുതിയിട്ടായിരിക്കും. എന്നിട്ടാണെങ്കിൽ ഈ പയ്യൻ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ഔട്ടിങ്ങിന് പോവാല്ലേ, നമുക്ക് കുറച്ച് ദൂരോട്ട് പോവാന്ന്. ഇതേ സമയം ഇഫാൻ പറയുന്നുണ്ട് അവൾക്ക് പറ്റില്ല എന്ന്. കാരണം ഇവളും സാങ്ങുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണല്ലോ 10 മണിക്ക് മുമ്പ് വീട്ടിലെത്തുന്നുള്ള കാര്യം.
അതേ സമയം ഇതെല്ലാം കേട്ടോടെ നമ്മുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് നിന്റെ ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടുവരാനും പറ്റില്ല, 10 മണിക്ക് മുമ്പ് വീട്ടിലും എത്തണം, എന്താണ് നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഇങ്ങനെയൊക്കെ? ശരിക്കും അവൻ നിന്റെ റൂംമേറ്റ് മാത്രമല്ല, പിന്നെ നീ എന്തിനാ അവനെ ഇങ്ങനെ പേടിക്കുന്നതെന്ന്. പക്ഷെ ഇതെല്ലാം കേട്ടോടെ നമ്മുടെ ലിയാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ഒരു എഗ്രിമെന്റ് ആയിട്ടോ ഒരു റൂൾ ആയിട്ടോ അല്ല എനിക്ക് തോന്നുന്നത്, ഇതെല്ലാം അവന് നിന്നോടുള്ള ഒരു കെയർ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇവരെല്ലാരും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ എത്തുന്നതാണ് കാണിക്കുന്നത്. ഇവരവിടെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിനെ ഹാനി വിളിക്കുന്നത്. ഇവളാണെങ്കിൽ എനിക്കൊരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് മാറിപ്പോയിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കും. സംഭവം ഇവളാണെങ്കിൽ അവന്റെ കള്ളക്കാമുകിയായിട്ട് അഭിനയിക്കാൻ നിൽക്കുകയാണല്ലോ. എന്നിട്ട് ഇവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്, എന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ വരാൻ നിൽക്കാണ്, നമുക്ക് അഭിനയിക്കാനുള്ളതൊക്കെ റിഹേഴ്സൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഇവർ സംസാരിച്ച് കോള് കട്ട് ചെയ്തതിനു ശേഷം ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൾ ഒരു കാഴ്ച കാണാണ്. ലിയാൻ അവന്റെ കോട്ട് ഊരിയിട്ട് ഇഫാനെ പൊതിപ്പിച്ചു കൊടുക്കുന്നതും അവളോട് ചാഞ്ഞു നിൽക്കുന്നതും. ഇത് കാണുമ്പോൾ ഫ്രണ്ടിന്റെ മുഖം ഒന്ന് വാടുന്നുണ്ടാവും. ഫ്രണ്ട് ആണെങ്കിലോ സാങ്ങിന്റെ ഹോട്ടലിലായിരിക്കും ഇറങ്ങുക. സംഭവം ഇവരോടൊരു കള്ളം പറയും, ഇവിടെയാണ് അവളെ ക്ലയന്റ് ഉള്ളത് എന്നുള്ള കാര്യം. സംഭവം ഹാൻ അവിടെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ടായിരിക്കും പോവുക. ഇവളാണെങ്കിൽ ഇവളെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ മടിച്ചോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഒന്ന് എനിക്ക് നോക്കിയിട്ട് പറഞ്ഞു തരുമോ അവിടെ സാങ് ഉണ്ടോ എന്നുള്ള കാര്യം. ഈ സമയം ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ അവൻ അത്രയും പേടിയാണോന്ന്. എന്നിട്ട് അവള് പറയുന്നുണ്ട്, ഞാൻ അവനെ ഇവിടെ എവിടെയും കാണുന്നില്ല എന്ന്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവള് നന്നായിട്ട് വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവക്ക് നല്ല ടെൻഷനും ഉണ്ടാവും അവനെങ്ങാനും വീട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ. ഈ സമയം തന്നെ ഈ പയ്യനാണെങ്കിൽ ഇവളെ കൂടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളടുത്ത് പറയുന്നത്, നന്നായിട്ട് വൈകിയില്ല, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോയാലോ എന്ന്. ഈ സമയം ഫുഡ് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഇഫാൻ ഒരു കാര്യം ഓർക്കുന്നത്. രാവിലെ സാങ് അവളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ, ഫ്രിഡ്ജിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ബാക്കി വെച്ചിട്ടുണ്ട്, നീ അത് വന്ന് കഴിക്കണേന്ന്. ഇതേ സമയം ഇത് ഓർക്കെ നമ്മുടെ ഒരു ബോധവും ഇല്ലാണ്ട് അവന്റെ കാറിന് ഒരു ഒറ്റ ഓട്ടായിരിക്കും. ലിയാനോട് പോലും ഒന്നും പറയാണ്ട് അവൾ ഇറങ്ങി ഓടും. എന്നിട്ട് അവൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ കയറി വന്നിട്ട് എല്ലാ പാത്രങ്ങളും അവളിങ്ങനെ എടുത്ത് തുറന്ന് നോക്കുകയാണ്, എയിലാണ് ഫുഡ് ഉള്ളതെന്ന്. ഇതേ സമയം അവൾ പെട്ടെന്ന് തന്നെ ബാക്കോട് നോക്കുമ്പോൾ ദേ നിൽക്കുന്ന സാങ് ആ ഫുഡും കഴിച്ചിട്ട്. ഇതേ സമയം അവൾ ചോദിക്കുന്നുണ്ട്, നീ വന്നോ? എന്നിട്ട് ഇവള് സോറി പറയുന്നുണ്ട്, എന്നോട് ആ ഫുഡ് കഴിക്കാൻ മറന്നു പോയിന്ന്. എന്നിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ സോറി പറയുന്നത്? അതെന്നോട് മറന്നു പോയിട്ട് ഞാൻ ഇവിടെ ബാലൻസ് വെച്ചാലേന്ന്. എന്നിട്ട് ഇവൻ എടുത്തടിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിനെ ആരെയും കൊണ്ടുവരാണെങ്കിൽ തന്നെ അടുത്ത ആളെടുത്ത് പറയണമെന്ന്. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, സോറി, എന്നെ നിനക്ക് എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും എനിക്ക് തരാമെന്ന് പറയും. ഇതേ സമയം അവൻ ഇങ്ങനെ പറയാം, പണിഷ്മെന്റ് അല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് അവളെടുത്ത് പറയും, നാളെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ ഈ സമയം തന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുമെന്ന്. ഇഫാൻ ആണെങ്കിൽ ഇത് കേൾക്കുകയും ഒരു സമാധാനം ഉണ്ടാവില്ല. സംഭവം അവക്കും ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ നമ്മുടെ സാങ്ങിനോട് ഉണ്ടല്ലോ. അവളിങ്ങനെ ആലോചിക്കുകയാണ്, ആരായിരിക്കും അമ്മ പറഞ്ഞത്, അന്ന് പറഞ്ഞ പോലെ അവന് വല്ല ഗേൾഫ്രണ്ടും ഉണ്ടാവോ എന്ന് ആലോചിച്ച് അവളിങ്ങനെ ടെൻഷൻ അടിക്കുകയായിരിക്കും. ഈ സീനോടെ നമ്മുടെ 6ാമത്തെ എപ്പിസോഡ് കഴിയാണ്. പിന്നീട് ഒരു ചെറിയ സീന് കാണിക്കുന്നുണ്ട്. സംഭവം ആദ്യം ഇവന് സ്പ്രിംഗ് ഫെസ്റ്റിവലിന് വരില്ല എന്ന് ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഇവളടുത്തേക്ക് കയറി വരുമ്പോൾ ഇവളോട് പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിറയെ റിലേറ്റീവ്സ് ആണെന്നാണല്ലോ. നമുക്കാണെങ്കിൽ കാണിച്ചു തരാണ്. അവനാണെങ്കിൽ ഇവളടുത്തേക്ക് പോകാനുള്ള ധൃതിയിൽ അവിടെയുള്ള എല്ലാ ഫുഡും മാറി വലിച്ച് കഴിക്കുകയാണ്. സംഭവം അവിടെ ആരും ഉണ്ടാവില്ല, അവന്റെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവും. ഇതേ സമയം അവനിങ്ങനെ ഡ്രിങ്ക്സ് അടിക്കാൻ നേരത്ത് അതെടുത്ത് ഇങ്ങനെ പൊക്കി അച്ഛനാണെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഡ്രിങ്ക്സ് ഒഴിക്കുമ്പോഴേക്കും ഇവനാണെങ്കിൽ ആ ഡ്രിങ്ക്സ് മൊത്തം കുടിച്ചിട്ടുണ്ടാവും. നമ്മുടെ അച്ഛനാണെങ്കിൽ ഒന്ന് പ്ലിങ് ആവുന്നുണ്ടാവും. ഇതേ സമയം അവനാണെങ്കിൽ ആരോടും ഒന്നും പറയാണ്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടായിരിക്കും ഓടുക. സംഭവം ഈഫാനെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഇവളെടുത്ത് വന്നിട്ട് ഇതേ സമയം ഇവൻ ഡോർ തുറക്കുന്ന സമയത്ത് ഇവളെ ചോദിക്കല്ലോ, നീ എന്താ വന്നതെന്ന്. അപ്പോൾ അവൻ പറയല്ലോ, എൻ്റെ വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, ഇവക്കും വേണ്ടിയായിരിക്കും അവൻ വന്നത്. ഈ ഒരു സീനോട് കാണിച്ച് നമ്മുടെ 6ാമത്തെ എപ്പിസോഡ് കഴിയാണ്. ഇതുവരെ എൻ്റെ എപ്പിസോഡ് കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.